സംസാരിച്ചത്? അച്ഛനോട് തല്ലിട്ടി വന്നിരിക്കുക? അതൊന്നുമല്ലടാ, ഞാൻ കടയിൽ പോയി വരിക. ഇപ്പൊ സംഗതി പിടികിട്ടി. അച്ഛൻ തന്ന കാശ് കളഞ്ഞു പോയല്ലേ? പിന്നെ കാശ് കളഞ്ഞു പോകുന്നു. എടാ, സ്ഥിരായിട്ട് കടം മേടിക്കുന്നതല്ലേ, പിന്നെ എവിടുന്നാ കാശ്? അതൊന്നും അല്ലടാ കാര്യം. നീ ഇരുന്നേ, ഒരു കാര്യം പറയട്ടെ. ഇരുന്നോ? എന്താ കാര്യം? ദാ, നീ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, ഒരു കുഴപ്പമില്ല. എന്താടാ കാര്യം? ഇതെന്താ? ഹാവു, രക്ഷപ്പെട്ടു. എന്നാലേ ഈ താഴെ കിടക്കുന്ന പൊതിയ എലിവിഷം. ഏതാ എലിവിഷം എന്നറിയാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. എടാ ദുഷ്ടാ! താങ്ക്സ് എടാ ദീപു, താങ്ക്സ്. എന്താടാ ഒരു പേപ്പർ റോൾ? അത് വേറൊരു പുലിവാലി. ഞാനൊരു മാപ്പ് വാങ്ങിച്ചതാടാ, കേരളത്തിന്റെ മാപ്പ്. ടീച്ചർ പറഞ്ഞിട്ടാ? അല്ലല്ല, ഞാൻ തന്നെ വാങ്ങിച്ചതാ. അടുത്ത തവണ ടൂറ് പോവാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ച് വാങ്ങിയതാ. എന്നിട്ട് സ്ഥലം കണ്ടുപിടിച്ചോ? എന്ത് ചെയ്യാനാ ചങ്ങാതി, അതിലാകപ്പാടെ 14 ജില്ലയേ ഉള്ളൂ. ആ ജില്ലകളിലൊക്കെ 2-3 തവണ കറങ്ങിയവനായി ഞാൻ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ടൂറ് പോവണ്ടെന്ന് വെക്കണം അല്ലേ? ഹയ്യടാ, അതൊന്നും നടക്കില്ല. ടൂർ എന്തായാലും പോവും. കേരളത്തിന് പുറത്തെവിടെയെങ്കിലും ആവും. തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ അല്ലേ? അവിടെയൊക്കെ എന്റെ പട്ടി പോവും. എടാ ദീപു, ഞാൻ കേരളത്തിൽ തന്നെ ടൂറ് പോവും. അതെങ്ങനാടാ? ആകെ 14 ജില്ലയല്ലേ ഉള്ളൂ. ആ ജില്ലയിൽ മുഴുവൻ നീ കറങ്ങിക്കഴിഞ്ഞു. പിന്നെ എവിടെ പോവാനാ? വിവരമില്ലാത്ത നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, ബുദ്ധി വേണം, ബുദ്ധി. മനസ്സിലായോ? സത്യം പറയാലോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ, ഞാൻ വാങ്ങിയ ഈ മാപ്പ് ചെറുതാ. ഇതില് 14 ജില്ലയേ ഉള്ളൂ. കേരളത്തിന്റെ കുറച്ചുകൂടെ വലിയ മാപ്പ് വാങ്ങി കൊണ്ടുവരാൻ ഞാൻ ചിഞ്ചുവിനെ കടയിൽ പറഞ്ഞയച്ചിരിക്കുക. ഇപ്പൊ മനസ്സിലായോ എന്റെ ബുദ്ധി?